ശാന്തിഗിരി ആശ്രമം ഓലശ്ശേരി ശാഖയുടെ 29ാം വാർഷികം പ്രാർത്ഥനാഭരിതമായി ആഘോഷിച്ചു. ശാന്തിഗിരി ആശ്രമത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. മെഡിക്കൽ എഡ്യൂക്കേഷൻ തലവൻ സ്വാമി ഗുരുസവിജ്ഞാന തപസ്വിയും പാലക്കാട് ഏരിയ ഹെഡ് ജനനി വിനയജ്ഞാന തപസ്വിനിയും ചേർന്ന് ധ്വജാരോഹണം നിർവഹിച്ചു. വാർഷിക സമ്മേളനം വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. എ. പ്രഭാകരൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുമൊക്കെ ഉഴുതുമറിച്ച മണ്ണാണ് കേരളം. ഇവിടെ ഒരുപക്ഷെ ഇതര പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിനനുസരിച്ചുള്ള മനസാക്ഷിയും വെച്ചുപുലർത്തുന്നത് കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അത് പറയുമ്പോൾ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ആശയങ്ങളുമൊക്കെ മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയങ്ങളായിട്ടാണ് ജനങ്ങൾ സ്വാംശീകരിക്കുകയും അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാമി ഗുരുസവിജ്ഞാന തപസ്വി ജനനി വിനയജ്ഞാന തപസ്വിനി, ഡോക്ടർ ജനനി രമ്യപ്രഭ ജ്ഞാന തപസ്വിനി എന്നിവർ മഹനീയ സാന്നിധ്യമായി. കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ശാന്ത, പാലക്കാട് ഈസ്റ്റ് ബി.ജെ.പി. പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ശാന്തിഗിരി അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസർ കെ. സുകേശൻ, പി.കെ. മാധവൻ, കെ. രാധാദേവി, എം. അമൃത എന്നിവർ സംസാരിച്ചു. ശ്രീധരൻ സ്വാഗതവും ജി. ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു. ദീപപ്രദക്ഷിണത്തോടുകൂടി വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായ ശാന്തിഗിരി ആശ്രമം 1983 പാലക്കാട് ഓലശ്ശേരിയിൽ ശാന്തിഗിരി ആശ്രമം ആരംഭിച്ചത്. ആശ്രമത്തിന്റെ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങൾ വഴി പാലക്കാട് ജില്ലയിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. UTV ന്യൂസ്, പാലക്കാട്.